പ്രിയമുള്ളവരെ, നമ്മുടെ സഭാ സമൂഹം ഏറെ പ്രാധാന്യം കൊടുത്ത് നടത്തുന്ന ഒരു ശുശ്രൂഷ രംഗമാണ് വിശ്വാസ പരിശീലനം അഥവാ മതബോധനം. നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ ഏതാണ്ട് 5 വയസ്സാകുമ്പോൾ നമ്മൾ വിശ്വാസ പരിശീലനത്തിനായിട്ട് ഇടവകയിലേക്ക് അയക്കാറുണ്ട്. ഈ വിശ്വാസ പരിശീലനം, മതബോധനം എന്ന ശുശ്രൂഷ സഭയോളം പഴക്കമുള്ള ശുശ്രൂഷയാണ്. സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ടാണ് ഈ ശുശ്രൂഷയെ സഭ കണക്കാക്കുന്നത്. തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് ഈശോ അപ്പസ്തലന്മാരെ ഫലമേൽപ്പിച്ച ദൗത്യം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിങ്ങൾ ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. മത്തായിയുടെ സുവിശേഷം 28:19 സമാനമായ പ്രബോധനം അപ്പസ്തലന്മാർക്ക് നൽകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരെ പഠിപ്പിക്കുവിൻ. അപ്പസ്തലന്മാർക്ക് കർത്താവായ ഈശോ ഏൽപ്പിച്ച ഈ ദൗത്യമാണ് ആദിമസഭ ഏറ്റെടുത്തത്. അതാണ് കാലാകാലങ്ങളിലൂടെ ഇന്നും നമ്മുടെ സഭ ചെയ്തുകൊണ്ട് പോരുന്നത്. കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ടാണ്. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തെ കർത്താവ് അത് പറയുകയുണ്ടായി. മർക്കോസ് 1:15 പറയുകയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുകയാണ്. മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം പരസ്യ ജീവിതത്തെ കടക്കുന്ന ഈശോയെ പറ്റി ലൂക്കാ സുവിശേഷം മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സിനഗോഗിൽ കടന്നു ചെല്ലുന്ന കർത്താവിന് വായിക്കുവാനായി പുസ്തകം നൽകപ്പെട്ടപ്പോൾ അവിടുന്ന് പുസ്തകം തുറന്ന് വായിച്ച ഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായമായിരുന്നു. അത് ഇപ്രകാരമാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക് 4:18-19 വചനം: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനുമായി ഞാൻ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ പ്രകടമാക്കിയാണ് അവിടുന്ന്. പിതാവായ ദൈവത്തിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ് താൻ വന്നതെന്ന് പറയുന്നു. കർത്താവായ ഈശോയുടെ ജീവിതം മുഴുവനിലൂടെ ഈ ദൈവരാജ്യ പ്രഘോഷണവും തൽഫലമായി ദൈവരാജ്യ സ്ഥാപനവും കർത്താവ് നടത്തിയുണ്ടായി. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കേന്ദ്രമെന്ന് കർത്താവ് ഊന്നി പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിലാണ് നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. 31-ാമത്തെ വചനം ദൈവപരിപാലനയെ പറ്റിയൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്: നിങ്ങൾ ആദ്യമേ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന ഈശോയുടെ വ്യഗ്രത മുഴുവൻ ഈ പിതാവിൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. തൻ്റെ പ്രബോധനങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അതിലേക്കാണ് ഈശോ അതിനുവേണ്ടിയാണ് ചെയ്തത്. അതിൻ്റെ സൂചനകളായിരുന്നു. ഈശോയുടെ പ്രബോധനങ്ങളിൽ മുഴങ്ങി നിന്നിരുന്ന ശബ്ദം എപ്പോഴും ഈ ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു. മത്തായിയുടെ സുവിശേഷമാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ വിവിധങ്ങളായ ഉപമകളെല്ലാം ദൈവരാജ്യത്തെ പറ്റിയുള്ള ഉപമകളായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സഭയ്ക്ക് ഏൽപ്പിച്ചത് ഇതാണ്: കർത്താവായ ഈശോ തുടങ്ങി വെച്ച ഈ ദൈവരാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലി ഇതുതന്നെയാണ്. ഈ ദൈവരാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക, കർത്താവ് ഏൽപ്പിച്ച ജോലി തുറന്നുകൊണ്ട് വരിക. അതിനായിട്ട് സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഏതെല്ലാമാണ് സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്നാമത്തെ ശുശ്രൂഷ വചന പ്രഘോഷണമാണ്. എവാഞ്ചലൈസേഷൻ, കെരിഗ്മ എന്ന് നമ്മൾ പറയും. വചന പ്രഘോഷണമാണ്.
വചനം പ്രഘോഷിക്കുന്നതിന് സഭ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. എപ്പോഴും വചനപ്രഘോഷണത്തിൽ തൽപരയായിരുന്നു സഭ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് പ്രൊക്ലെയിംഡ് ത്രൂ കെരിഗ്മ എന്ന് പറയുന്നത്. കെരിഗ്മയിലൂടെ, വചനപ്രഘോഷണത്തിലൂടെയാണ് ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നത്. സഭ വിവിധങ്ങളായ ശുശ്രൂഷകൾ, മിനിസ്ട്രികൾ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ശുശ്രൂഷകൾ. ആ ശുശ്രൂഷകളിലൂടെയെല്ലാം ദൈവരാജ്യം സംജാതമാവുകയാണ് ചെയ്യുന്നത്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഫുൾഫിൽഡ് ഇൻ സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക ശുശ്രൂഷകളാകാം, ആതുര ശുശ്രൂഷകളാകാം, ആരോഗ്യ രംഗത്തെ ശുശ്രൂഷകളാകാം, വികസന രംഗത്തെ ശുശ്രൂഷകളാകാം, അല്ലെങ്കിൽ അധപാലന ശുശ്രൂഷകളാകാം. ഇങ്ങനെ ഏത് ശുശ്രൂഷകൾ എടുത്താലും ഇവയിലൊക്കെ സഭ പങ്കാളിയാകുന്നതാണ്, നേതൃത്വം കൊടുക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ ശുശ്രൂഷകളാകാം. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ആത്യന്തികമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും സംസ്ഥാപനവുമാണ്. സഭാമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. ആരാധനക്രമമാണ്, ലിറ്റർജിയാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ലിറ്റർജി എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ലിറ്റർജി. ഒരുമിച്ച് കൂടുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവരാജ്യം ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ദൈവരാജ്യത്തിൻ്റെ വളർച്ച, ആഴത്തിലുള്ള വളർച്ച സംജാതമാകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ വ്യക്തികളുടെ ജീവിതത്തിലൂടെയും സമൂഹ ജീവിതത്തിലൂടെയും കർത്താവായ ഈശോയ്ക്കും ഈശോ തുടങ്ങി വെച്ച ദൈവരാജ്യം നമ്മൾ സാക്ഷികളാകുകയാണ്. വിറ്റ്നസ്സിങ്, കൊയിനോണിയ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കൂട്ടായ്മയാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ സുവിശേഷത്തിനും നമ്മൾ സാക്ഷികളാകുകയാണ്. ആദിമ ക്രൈസ്തവർ അങ്ങനെ സാക്ഷികളായിരുന്നു. അവരുടെ സ്നേഹം മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ പങ്കുവയ്പ് മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ സഭ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷകളിലൂടെയെല്ലാമാണ് കർത്താവിൻ്റെ ആ ദൈവരാജ്യ സംസ്ഥാപന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭ എക്കാലവും സുവിശേഷം അറിയിക്കുക തൻ്റെ പ്രഥമ ദൗത്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വചനം പ്രഘോഷിക്കുക. സഭ നിലനിൽക്കുന്നത് തന്നെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണെന്ന് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. സഭ നിലനിൽക്കുന്നത് തന്നെ സ്വഭാവത്താലെ സഭ പ്രേക്ഷിതയാണെന്ന് പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ നമ്പർ 2 പറയുന്നുണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പ പ്രസിദ്ധപ്പെടുത്തിയ എവാഞ്ചേലി നുൻഷ്യാന്തി, സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന തിരുവെഴുത്തിൽ പിതാവ് പറയുകയാണ്, സഭ നിലനിൽക്കുന്നത് തന്നെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ്. എവാഞ്ചലൈസേഷൻ, സുവിശേഷ പ്രഘോഷണം സഭാ മക്കളുടെ കടമയാണെന്ന് സൂക്ഷ്യം. സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശു തുടങ്ങി വെച്ച ദൈവരാജ്യത്തെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവനിലേക്കും യേശുവിനെയും യേശുവിൻ്റെ സന്ദേശത്തെയും എത്തിക്കുക എന്നുള്ളതാണ് എവാഞ്ചലൈസേഷൻ. അത് ഓരോ ക്രൈസ്തവൻ്റെയും ചുമതലയാണ്. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നിവയിലൂടെ സഭയിലെ അംഗങ്ങളായി നമ്മൾ മാറുമ്പോൾ യേശുവിൻ്റെ ജീവനിൽ മാത്രമല്ല അവിടുത്തെ ദൗത്യത്തിലും പങ്കാളികളാകുകയാണ് നമ്മൾ. ഈശോ ഒരേ സമയം പുരോഹിതനും പ്രബോധകനും നേതാവുമായിരുന്നെങ്കിൽ പ്രാരംഭ കൂദാശകൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളും ആ ദൗത്യത്തിൽ പങ്കാളികളാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വചനം പ്രഘോഷിക്കുക നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദൗത്യം തന്നെയാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണല്ലോ വിശ്വാസം ജനിക്കുന്നത്. റോമാക്കാർക്കുള്ള ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രഘോഷിക്കാതെ എങ്ങനെയാണ് കേൾക്കുന്നത്? കേൾക്കാതെ എങ്ങനെയാണ് വിശ്വാസം ജനിക്കുന്നത്? അപ്പോൾ പ്രഘോഷിക്കണം, കേൾക്കണം, വിശ്വാസം ജനിക്കണം. ഇങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ സംജാതമാകുന്ന, ജന്മം കൊള്ളുന്ന വിശ്വാസത്തെ വളർത്തി പക്വതയിലെത്തിക്കുന്ന സഭയുടെ ശുശ്രൂഷയാണ് മതബോധനം,
അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം. വചനപ്രഘോഷത്തിലൂടെ ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പരമ്പരാഗതമായി ഒപ്പം കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ദാനമായ വിശ്വാസത്തെ വളർത്തി വലുതാക്കി പക്വതയിലെത്തിക്കുന്ന സഭാ ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ മതബോധനം. ഈ വിശ്വാസ പരിശീലനത്തിൽ സഭയിൽ ആരൊക്കെയാണ് ഉത്തരവാദികൾ? നമുക്കെല്ലാവർക്കും അറിയാം, ഓരോരുത്തരും ഉത്തരവാദികളാണ്. എങ്കിലും പ്രത്യേകിച്ച് നമ്മൾ പറയും, സാർവത്രിക സഭയെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പരിശുദ്ധ പിതാവിലാണ്, മാർപ്പാപ്പയിലാണ്. ഒരു രൂപതയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം രൂപത മെത്രാനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇടവേലയ്ക്ക് വരുമ്പോൾ ഇടവേല വികാരിച്ചനാണ്, വികാരിച്ചനോട് ചേർന്ന് സമർപ്പിതരുടേതാണ്, ഒപ്പം ഓരോ വ്യക്തിയുടെയുമാണ്. കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രഥമ വേദി, ബേസിക് ഫോറം കുടുംബമാണ്. കുടുംബത്തിൽ മക്കൾക്ക് വിശ്വാസ പരിശീലനം നൽകേണ്ട ആദ്യ അധ്യാപകർ മാതാപിതാക്കളാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ തരുണത്തിൽ ഈ വിശ്വാസ പരിശീലനം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ അൽമായരായ നമ്മുടെ ആളുകളുടെ എന്താണ് പങ്ക്? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല മതാധ്യാപകരുണ്ടെങ്കിൽ വിശ്വാസ പരിശീലനം സജീവമാകുമെന്ന കാര്യം. വികാരിച്ചന്മാരും സമർപ്പിതരും അവരുടെ വിളി കൊണ്ട് തന്നെ വിശ്വാസ പരിശീലനത്ത് ഉണ്ടാകേണ്ടവരാണ്. പക്ഷെ വിശ്വാസ പരിശീലകരായ അൽമാരെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇടവകളിലൊക്കെ നമുക്ക് 10ഉം 15ഉം മതാധ്യാപകരുണ്ട്. ഇടവയുടെ വലിപ്പമനുസരിച്ചും കുട്ടികളുടെ എണ്ണമനുസരിച്ചും. ചിലർ അവരുടെ വിശ്വാസ ജീവിതം കൊണ്ട് തന്നെ സ്വയമേവ വിശ്വാസ പരിശീലനം നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ സിസ്റ്റർമാരുണ്ട്, വൈദികരുണ്ട്, വൈദിക വിദ്യാർത്ഥികൾ, അവരൊക്കെ വരും. ചിലർ വികാരിച്ചന്മാർ കണ്ടെത്തുന്നവരാണ്. അൽമാരിന്ന് കണ്ടെത്തും, പറ്റിയ വ്യക്തികൾ കണ്ടെത്താറുണ്ട്, യോഗ്യതയുള്ളവരെ കണ്ടെത്താറുണ്ട്, പഠിപ്പുള്ളവരെ കണ്ടെത്താറുണ്ട്, പരിശീലനമുള്ളവരെയും കണ്ടെത്തുന്നുണ്ട്. നല്ല വിശ്വാസികൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇതിലെ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, ദമ്പതികളായിട്ടുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഇവരൊക്കെ മതബോധന രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മളുടെ എല്ലാ രൂപതകളിലും ഇപ്രകാരം സ്വതന്ത്രമായ മനസ്സോടുകൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ധാരാളം മതാധ്യാപകരുണ്ട്. അവരുടെ ശുശ്രൂഷകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മതബോധന രംഗം സജീവമായിട്ട് പോകുന്നത്. നമ്മൾ അവർക്ക് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. നല്ല വാക്കുകളും പ്രോത്സാഹന സമ്മാനങ്ങളും അംഗീകാരവും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ നമ്മൾ വളരെ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കാറുമുണ്ട്. ഈ മതാധ്യാപകരുടെ, വിശ്വാസ പരിശീലകരുടെ സേവനത്തെ ഏറെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. വിവിധ രൂപതകളിൽ ആയിരക്കണക്കിന് മതാധ്യാപകർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടവകളോട് ചേർന്ന്, രൂപതയോട് ചേർന്ന് വികാരിച്ചനും രൂപത അധികാരികൾക്കും അവരുടെ ഡയറക്ടേഷനൊക്കെ വിധേയപ്പെട്ട് മനോഹരമായി തങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന അധ്യാപകരെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. അവരെ അംഗീകരിക്കുന്നു. അവരെ കർത്താവായ ഈശോയുടെ ജോലിയാണ് ചെയ്യുന്നത്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായത്തിലെ 14 മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അവിടെ പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന മതാധ്യാപകർ അവർ ബ്ലെസ്സഡാണ്, അനുഗ്രഹീതരാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ മതാധ്യാപകരെ ആശ്രയിച്ചാണ് നമ്മുടെ വിശ്വാസ പരിശീലനം ഒത്തിരി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഇതാണ്, ഈ മതാധ്യാപകർ വേണ്ടത്ര വിശുദ്ധിയും അറിവും പരിജ്ഞാനവും അർപ്പണ മനോഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ മതബോധരംഗം കൂടുതൽ സജീവമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഏതാനും ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലകരെ കണ്ടെത്തുക, അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുക നമ്മുടെ വികാരിച്ചന്മാരുടെ ദൗത്യമാണ്. രൂപതയിലേക്ക് വരുമ്പോൾ രൂപതാധ്യക്ഷനാണ് ഇത് ചെയ്യേണ്ടത്. മതബോധത്തെ രൂപത ഡയറക്ടറെ നിയമിക്കുന്നു.
മതബോധനത്തിന് പറ്റിയ ആളുകളെ കണ്ടെത്തുന്നു, അവർക്ക് വേണ്ടത്ര പരിശീലനങ്ങൾ കൊടുക്കുക, പരിശീലനങ്ങൾ നൽകാനുള്ള സെൻറ്ററുകൾ ക്രമീകരിക്കുക. ഇതൊക്കെ രൂപതാധ്യക്ഷൻ ചെയ്യേണ്ട കാര്യമാണ് പ്രധാനമായിട്ടും. എന്നാലും മതാധ്യാപകർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതും ഇടപെടുന്നതും ഇടവക വികാരിച്ചന്മാരോടാണ്. അപ്പോൾ ഇടവക വികാരിച്ചന്മാരുടെ സവിശേഷമായ ഒരു ശ്രദ്ധ ഈ വിശ്വാസ പരിശീലകരുടെ കാര്യത്തിലുണ്ടാകണം. നല്ല ഒരു ഗണം വിശ്വാസ പരിശീലകർ ഒരു ഇടവകയിലുണ്ടെങ്കിൽ ഇടവകയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് അവർ കാരണക്കാരാകും. വികാരിച്ചിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗണം മതാധ്യാപകർ, അവർ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിൽ കൂടെ നിൽക്കും. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികാരിച്ചന്മാരോട് ചേർന്ന് അവരുണ്ടാകും. ഇടവകയിൽ നടക്കുന്ന ഒരു ധ്യാനം, ഒരു സെമിനാർ പ്രോഗ്രാം, ഇടവകയുടെ തിരുനാളുകൾ, ഇങ്ങനെ എന്ത് പ്രോഗ്രാം വന്നാലും വികാരിച്ചിൻ്റെ വലം കൈയായിട്ട് എപ്പോഴും സഹായിക്കാൻ സന്മനസ്സോടുകൂടി നിൽക്കുന്നത് വിശ്വാസ പരിശീലകരായ മതാധ്യാപകരാണ്. വിവിധങ്ങളായ സംഘടനകൾ അവർ അംഗങ്ങളായിരിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവിധ സംഘടനാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ മതാധ്യാപകരാണ് കൂടെയുള്ളത്. അവരുടെ അറിവും അവരുടെ പരിചയവും അവരുടെ അനുഭവങ്ങളും കുട്ടികൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. കുട്ടികൾക്കൊരു സംരക്ഷണമാണ് അവർ കൂടെയുണ്ടെന്നുള്ളത്. മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ പ്രോഗ്രാമുകൾ കണ്ടെത്താനൊക്കെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മതാധ്യാപകർ എങ്ങനെയുള്ളവരായിരിക്കണം? അതാണ് ഒന്ന് രണ്ട് വിഷയം. നമ്മുടെ മതാധ്യാപകർ നല്ലവരാണെങ്കിൽ വിശ്വാസ പരിശീലനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ഇടവകയിലുള്ള മതാധ്യാപകർ നല്ലവരാണെന്നും പരിശീലനം കിട്ടിയവരാണെന്നും ഉത്തമമായ വിശ്വാസമുള്ളവരാണെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നമ്മുടെ മതാധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തിരഞ്ഞെടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വിശ്വാസം ജീവിക്കുന്ന വ്യക്തികൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ അവർ തന്നെ വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം. ദൈവാനുഭവമുള്ള വ്യക്തികളാണ് മതാധ്യാപകരെങ്കിൽ കുട്ടികളെയും ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാനന്തവാടി രൂപതയിൽ മതബോധന ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ, അത് 87 മുതൽ 94 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ രൂപതയിലെ എല്ലാ മതാധ്യാപകർക്കുമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം സംഘടിപ്പിച്ചോർക്കുകയാണ്. ആദ്യം മതാധ്യാപകർക്ക് അതിൽ പങ്കെടുക്കാൻ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കൽ അവർ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മനോഭാവത്തിലുണ്ടായ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ തന്നെ പറയുകയുണ്ടായി, കൂടുതൽ അർപ്പണ മനോഭാവത്തോടുകൂടി ഈശോയോടുള്ള സ്നേഹത്തോടു കൂടി ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞു. അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി തീർന്നു. വലിയ പങ്കെടുക്കാനുള്ള താല്പര്യം കൂടുതലായിട്ട് അവർക്കുണ്ടായി. കാരണം അവരൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മതാധ്യാപകർ ദൈവാനുഭവമുള്ള വ്യക്തികളാണെങ്കിൽ ആ ദൈവാനുഭവം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും കുഞ്ഞുങ്ങളെയും അതിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. വചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ മതാധ്യാപകർ, വിശുദ്ധ വചനം വായിക്കുന്നവർ. കാരണം വചനം വായിക്കുമ്പോൾ വചനം തന്നെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. വചനത്തെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, മതാധ്യാപകർ, വചനമായിട്ട് ബന്ധം പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് വചനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരു വലിയ കുറവ് എന്താണ്? ദൈവവചനത്തെ അവർ പഠിക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല, സംശീകരിക്കുന്നില്ല. വചനം തന്നെയാണ് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് കുറവ് വരുന്നു. ദൈവാനുഭവമുള്ള മതാധ്യാപകർ വന്നാൽ ഈശോയുമായുള്ള അനുഭവത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. വചനവുമായിട്ട് താല്പര്യമുള്ള മതാധ്യാപകർ വന്നാൽ അവർ കുഞ്ഞുങ്ങൾക്കും വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. നമ്മൾക്ക് അപ്പോൾ വചനത്തിൽ പരിജ്ഞാനമുള്ള, വചനത്തോട് താല്പര്യമുള്ള മതാധ്യാപകർ വേണം നമ്മൾ കണ്ടെത്താനായിട്ട്. മാതൃകാപരമായി ജീവിക്കുന്ന വ്യക്തികൾ മതബോധന രംഗത്തേക്ക് കടന്നു വരുന്നതാണ് ഉപകാരപ്രദം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അധ്യാപിക എങ്ങനെയുള്ളവരാണ്? ഈ അധ്യാപകൻ്റെ കൂട്ടുകാരാരാണ്? അവരുടെ ജീവിതക്രമങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും.
അപ്പോൾ നല്ല മാതൃകാപരമായി ജീവിക്കുന്ന അധ്യാപകർ അവരുടെ മുമ്പിലുണ്ടെങ്കിൽ അവരുടെ ആ ജീവിതം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വലിയൊരു സ്വാധീനം ചെലുത്തും. നമ്മുടെ മതാധ്യാപകർ നമുക്കറിയാൻ സാധിക്കുന്നത് ഇടവകയും സഭയുമായിട്ട് നന്നായി സഹകരിക്കുന്നവരാകണം. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ചെന്ന് സഭയെപ്പറ്റിയും സഭാ നേതൃത്വത്തെപ്പറ്റിയും മോശമായ നിലയിൽ സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് നന്മ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. കുറവുകളും പോരായ്മകളും എല്ലാവർക്കും കാണാം, സഭയ്ക്കും ഉണ്ടാകാം. പക്ഷേ പറയേണ്ട വേദികളിൽ അത് സൂചിപ്പിക്കുക, മക്കളോടൊക്കെ സഭാ സ്നേഹത്തെപ്പറ്റിയും മറ്റുള്ളവരെ പറ്റിയും നന്മ പറയാൻ സാധിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇടവകയും സഭയുമായിട്ട് നല്ല സൗഹൃദം, നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തികളെ വേണം വിശ്വാസ പരിശീലനം നമ്മൾ എടുക്കുവാനായിട്ട്. സഭാത്മകമായ ജീവിതം നയിക്കുന്ന ആളുകളാകണം വിശ്വാസ പരിശീലനത്തിലേക്ക് വരേണ്ടവർ എന്ന് ഞാൻ പറയുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുന്നവർ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർ, സ്വന്തം കുടുംബത്തിൽ പ്രാർത്ഥന ജീവിതം നയിക്കുന്നവർ, തങ്ങളുടെ മക്കളെയൊക്കെ വിശ്വാസ ജീവിതത്തേക്ക് പറഞ്ഞയക്കാൻ താല്പര്യമെടുക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ വിശ്വാസ രംഗത്തേക്ക് കടന്നു വന്നാൽ അവരുടെ സാന്നിധ്യം തന്നെ മതബോധനത്തെ സജീവമാക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ ഇടവിലും ചില ഒരു ശുദ്ധീകരണ കർമ്മമൊക്കെ നടത്തേണ്ടത് വരും. ഉപകാരപ്രദമല്ലാത്ത അല്ലെങ്കിൽ നല്ലവരല്ലാത്ത ചില അധ്യാപകരെ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരോട് പറയണം, അവരുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ വരുത്തണമെന്ന കാര്യം പറയേണ്ടി വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അവരെ കൊച്ചാക്കുക, പുറത്താക്കുക എന്നുള്ളതല്ല. നമ്മുടെ മക്കളുടെ വിശ്വാസ പരിശീലനം നന്നായി പോകണമെന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന് ദൈവചിന്തയുള്ള, ദൈവവിശ്വാസമുള്ള, ദൈവ അനുഭവമുള്ള, ബൈബിൾ പരിജ്ഞാനമുള്ള, വിശ്വാസം ജീവിക്കുന്നവരായ വ്യക്തികൾ കടന്നു വരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ മതബോധന രംഗം സജീവമാകുകയുള്ളൂ, ഉപകാരപ്രദമാകുകയുള്ളൂ, കുട്ടികളിൽ മാറ്റം വരുത്തിയുള്ളൂ. വിശ്വാസ പരിശീലന രംഗത്ത് കർത്താവായ ഈശോയെ നമ്മൾ കൊടുക്കുന്നത് കുറേ തത്വങ്ങളോ കുറേ പാഠങ്ങളോ പഠിപ്പിക്കുന്നതിലല്ല മതബോധനം അടങ്ങിയിരിക്കുന്നത്. അതുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നമ്മുടെ കൂടെയുള്ള കർത്താവായ ഈശോയെ കണ്ടെത്തുക, ആ ഈശോയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുക. അതാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിന് ഉപകാരപ്രദമായ, ഉപകരിക്കുന്ന, അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം മാത്രം പറയുകയാണ്. അങ്ങനെ നല്ല മതാധ്യാപകരിലൂടെ നമ്മുടെ മതബോധന രംഗത്തെ നമുക്ക് സജീവമാക്കാൻ സാധിക്കും. ഇടവക തലങ്ങളിലും രൂപതാ തലങ്ങളിലും വിശ്വാസ പരിശീലന രംഗത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മതാധ്യാപകരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ പരാമർശങ്ങളൊന്നും നിങ്ങളെ കൊച്ചാക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. കുറവുകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് സഭ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർന്ന് കർത്താവായ ഈശോയെ ഏറ്റവും മനോഹരമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ അറിഞ്ഞ് ആ അനുഭവത്തേക്ക് വരാനും നമ്മൾ ഉപകരണങ്ങളായി തീരാൻ വേണ്ടിയാണ്. പൗലോസ്യ ഗലാത്യർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഈശോ നിങ്ങളിൽ രൂപീകൃതനാകും വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഓരോ കുഞ്ഞിലും ഈശോ രൂപീകൃതനാകും വരെ ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരു അധ്യാപകൻ, വേദനിക്കുന്ന ഒരു അധ്യാപകൻ, തന്നെ സമർപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അതാണ് ഇടവയുടെ മുതൽക്കൂട്ട്. അധ്യാപകർ സ്നേഹത്തോടെ ഓർക്കുന്നു, അഭിമാനത്തോടെ നിങ്ങളെ സ്മരിക്കുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. ഇപ്രകാരമുള്ള നല്ല മതാധ്യാപകർ ധാരാളം പേരെ നമ്മുടെ മതബോധന രംഗത്തുണ്ടാകട്ടെ. അതുവഴിയായി നമ്മുടെ മതബോധന രംഗം കൂടുതൽ സജീവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ നെല്ലക്കാട്ടുപിതാവ്.